Welcome to Bhaskar's Engineering Marks, the world of plus point. Welcome to another video. ഇവിടെ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന പാർഷ്യൽ ഡിഫറൻസിയേഷനിലെ ഒരു ക്വസ്റ്റ്യനോടെയാണ്. അതിൻ്റെ അകത്തെ MAT 101ലെയാണ് സെക്കൻഡ് മോഡ്യൂളാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റുഡൻസിനും MTechകാർക്കും ഒക്കെ യൂസ് ചെയ്യാം. പാർഷ്യൽ ഡിഫറൻസിയേഷൻ അവിടെ എല്ലാം പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. അത് ഇതിന്റെ അകത്ത് ചെയിൻ റൂൾ എന്നൊരു ടോപ്പിക്കാണ്. സാധാരണ ഏറ്റവും കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ടോപ്പിക്കാണ്. അത് കൺസെപ്റ്റ് എന്താന്ന് ക്ലിയർ ആകാത്തതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നാറ്. ഇതിന്റെ അകത്ത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ആദ്യം W is equal to root of x square plus y square plus z square and x is equal to cos theta, y is equal to sin theta and z equal to tan theta. Then find dw by d theta എന്ന് എഴുതിയേക്കുന്നത്. അതെങ്ങനെയാണ് ടോട്ടൽ സാധാരണ ഡിഫറൻസിയേഷനിലേക്ക് വന്നിരിക്കുന്നത്? അത് നമുക്ക് ജസ്റ്റ് ആ കൺസെപ്റ്റ് ക്ലിയർ ആകാത്തതുകൊണ്ട് ചെയിൻ റൂളിന് ബുദ്ധിമുട്ട് വരുന്ന കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് W ഫംഗ്ഷൻ ഓഫ് two or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ വന്നാൽ സാധാരണ ഡിഫറൻസിയേഷൻ അല്ല, മറിച്ച് പാർഷ്യൽ ഡിഫറൻസിയേഷൻ W വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് W വിത്ത് റെസ്പെക്ട് ടു വൈ. നമ്മള് ഡോ എന്നുള്ള പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ സിമ്പിൾ ഡോ W ബൈ ഡോ എക്സും ഡോ W ബൈ ഡോ വൈയും കാണിക്കും. പക്ഷെ ഇതേ സ്ഥാനത്ത് തന്നെ W ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ, ഒരേ ഒരു വേരിയബിളിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്, നമ്മൾ എന്ത് കാണിക്കും? W ഫംഗ്ഷൻ ഓഫ് T എലോൺ, ഒരു സിംഗിൾ വേരിയബിളിന്റെ മാത്രം ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കാണിക്കും? D എന്ന നൊട്ടേഷൻ, സാധാരണ ഡിഫറൻസിയേഷന്റെ dW ബൈ dt എന്നേ കാണിക്കാവുള്ളൂ. അപ്പൊ അതാണ് വ്യത്യാസം. ഇഫ് W is a function of two or more independent variable, then we have partial differentiation. If W is a function of a single independent variable, then we have usual differentiation. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്യുവാണ് ചെയിൻ റൂളിൽ. അതാണ് പിള്ളേർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ W is equal to root of x square plus W equal to root of x square plus y square plus z square ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? W is a function of x y z ആണ്. W ഫംഗ്ഷൻ ഓഫ് x y z. അപ്പോൾ അവിടെ ഏത് ഡിഫറൻസിയേഷനാ? W ഫംഗ്ഷൻ ഓഫ് two or more independent variable, then we have partial differentiation. W with respect to x, W with respect to y and W with respect to z. അപ്പൊ നമുക്ക് ഏതേ വരുള്ളൂ? പാർഷ്യൽ ഡിഫറൻസിയേഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത്, പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? x is equal to cos theta and y is equal to sin theta and z equal to tan theta എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ x എന്ന് ഇതിന്റെ W ഫംഗ്ഷൻ ഓഫ് x ആണ്, പക്ഷെ ആ x എന്ന് പറയുന്ന ആള് തീറ്റയുടെ ഫംഗ്ഷൻ ആണ്. അതേപോലെ y എന്ന് പറയുന്ന ആള് ഇത് W ഫംഗ്ഷൻ ഓഫ് ഫൈ ആണ്, പക്ഷെ ആ വൈയും തീറ്റയുടെ ഫംഗ്ഷൻ ആണ്. Z എന്ന് പറയുന്നതും തീറ്റയുടെ ഫംഗ്ഷൻ ആണ്. ഇത് നമുക്ക് ഇവിടെ ഒരു ട്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് മാറും കേട്ടോ. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒത്തിരി പേടിക്കുന്നത്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ മെയിൻ ആള് W ആണ്. ആ W എന്ന് പറയുന്ന ആള് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. W ഫംഗ്ഷൻ ഓഫ് എന്തൊക്കെയാണ്? W എക്സിന്റേതും വൈയുടെയും ഇസഡിന്റെയും ഫംഗ്ഷൻ ആണ് W എന്ന് പറയുന്ന ആള്. പക്ഷെ ഇനി നോക്കിക്കേ, പക്ഷെ നമ്മളോട് പറയുന്ന എക്സ് എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്, തീറ്റയുടെ ഫംഗ്ഷൻ. അപ്പോൾ എക്സ് ആരുടെ ഫംഗ്ഷനാ? ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ അല്ലെ? ഇനി y ഫംഗ്ഷൻ ഓഫ് y ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. കണ്ടോ? സൈൻ തീറ്റ ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ദാറ്റ് ഈസ് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. അതേപോലെ തന്നെ z ഈസ് എ ഫംഗ്ഷൻ ഓഫ് Z is a function of Z equal to tan theta. That is Z is also a function of theta. That is Z is a function of theta. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാണുമ്പോൾ W എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും ഒക്കെ ഫംഗ്ഷൻ ആണ്. പക്ഷേ ഈ എക്സും വൈയും ഇസഡും എന്തിന്റെ ഫംഗ്ഷനാ? തീറ്റയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബേസിക്കലി ഈ W എന്തിന്റെ മാത്രം ഫംഗ്ഷനാ? എക്സ് ഉണ്ടെങ്കിലും വൈ ഉണ്ടെങ്കിലും ഇസഡ് എല്ലാം അതെല്ലാം തീറ്റയുടെ ഫംഗ്ഷനാ. സോ W ഈസ് ബേസിക്കലി എ ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ തീറ്റ.
അപ്പോൾ നമുക്ക് സിംഗിൾ വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് കാണാം അവിടെ? ഡി ഡബ്ല്യു. അപ്പൊ യൂഷ്വൽ ഡിഫറൻസിയേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ എന്ന് കാണാം. അതാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ. ഇതാണ് ശരിക്കുമുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ. നിങ്ങൾ ഇത് ഒരിക്കലും ഉണ്ടല്ലോ കാണാതെ പഠിക്കാൻ പാടില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി ഇക്വേഷൻ കാണാൻ പഠിക്കണ്ട. ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഡബ്ല്യു ടു തീറ്റ നമുക്ക് വരണം. അപ്പൊ നമ്മള് റൂട്ടൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു റൂട്ട് മാപ്പ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡബ്ല്യു ടു തീറ്റ വരണേ ഏതൊക്കെ വഴി വരാം? ഡബ്ല്യുവിൽ നിന്ന് ആദ്യം എക്സിലേക്ക് വരിക, ദെൻ എക്സ് ടു തീറ്റ. അപ്പോൾ ഡബ്ല്യു ടു എക്സും വൈയും ഇസഡും എപ്പോഴും ഓർക്കേണ്ടത് ഇവിടെ 3 വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഏതേ കാണിക്കുള്ളൂ? ഡബ്ല്യു ടു എക്സ് എപ്പോഴും ഏതായിരിക്കണം? പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഡോ കാണിക്കണം. ബട്ട് എക്സ് ടു തീറ്റ, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ തീറ്റ. അവിടെ ഡോ കാണിക്കരുത്, ഡി കാണിക്കണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഡബ്ല്യു ടു എക്സ്, അപ്പൊ ഏത് വരും? ഡബ്ല്യു ടു കാണിക്കുന്ന എല്ലാം 3 വേരിയബിൾ ഉള്ളതുകൊണ്ട് ഡോ ഡബ്ല്യു ബൈ ഡബ്ല്യു ടു എക്സ്. ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക്, ദെൻ എക്സ് ടു തീറ്റ. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ആണ്. അപ്പോൾ യൂഷ്വൽ ഡിഫറൻസിയേഷൻ അല്ലേ? ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി തീറ്റ പ്ലസ്. ഇനി അടുത്ത പാത്ത് ഉണ്ട്, രണ്ടാമത്തെ പാത്ത് പ്ലസ് അടുത്ത പാത്ത്. ഡബ്ല്യുവിൽ നിന്ന് വൈയിലേക്ക് എത്താം, വൈയിൽ നിന്നും തീറ്റയിലേക്ക് എത്താം. ഡബ്ല്യു ടു വൈ ഏത് ഡിഫറൻസ് ഡെറിവേറ്റീവ് കാണിക്കണം? പാർഷ്യൽ കാണിക്കണം. വൈ ടു തീറ്റ, വൈ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ. സോ സാധാരണ ഡെറിവേറ്റീവ് കാണിക്കുക, ഡി കാണിക്കണം. അപ്പോൾ ഡബ്ല്യു ടു വൈ ഏത് കാണിക്കണം? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഒരു പാത്തിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, ഓരോ പാത്തുകൾ തമ്മിൽ ആഡ് ചെയ്യുക ചെയ്യേണ്ടത് കേട്ടോ. വൈ ടു തീറ്റ, വൈ ഈസ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ. സോ വൈയുടെ വൈ ടു തീറ്റ ഏത് വരും? ഡി വൈ ബൈ ഡി തീറ്റ പ്ലസ്. അടുത്ത ആരാണ്? ഡബ്ല്യു ടു ഇസഡും പോകാം, ഇസഡിൽ നിന്നും തീറ്റയിലേക്ക്. ഡബ്ല്യുവിന് തീറ്റയിലേക്ക് വരാൻ 3 വഴികളുണ്ട്. അത് മൂന്നാമത്തെ വഴിയാ ഡബ്ല്യു ടു എക്സ് ആൻഡ് ഇസഡ് ടു തീറ്റ. അപ്പോൾ ഡബ്ല്യു ടു ഇസഡ് ഏത് എഴുതാവുള്ളൂ? ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്, ഡബ്ല്യു ടു ഇസഡ് ഡോ ഇൻറ്റു, കാരണം ഡബ്ല്യു ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ ആയതുകൊണ്ട് ഡോ വരുന്നത്. ഇനി ഇസഡ് ടു തീറ്റ, ഇസഡ് ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ തീറ്റ. അപ്പോൾ ഏത് വരണം? ഡി ഇസഡ് ബൈ ഡി തീറ്റ. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ബേസിക്കലി ഈ സംഭവം വളരെ സിമ്പിൾ ആണ്. ഡബ്ല്യു ഈ പാത്ത് വരയ്ക്കാനെന്ന് ഓർത്താൽ മതി. ഡബ്ല്യു ടു ഇസഡ് എക്സ് വൈ ഇസഡ്, ദെൻ എക്സ് ടു തീറ്റ വൈ ടു തീറ്റ ഇസഡ് ടു തീറ്റ. ഇതുപോലെ പാത്ത് നമ്മൾ വരച്ചെടുത്ത ഈ പ്രോബ്ലംസ് എല്ലാം സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇത് ഗീവ് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ കിട്ടി. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആരൊക്കെയാ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ ഇസഡ്, ദെൻ ഡി എക്സ് ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ, ഡി ഇസഡ് ബൈ ഡി തീറ്റ. അപ്പൊ അത് ഈ 6 എണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അതിന് ഡബ്ല്യു ടു എക്സ്, അപ്പൊ ഡബ്ല്യു എഴുതുക. ദാറ്റ് ഇസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. Therefore, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വൈ ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വേണം, കാരണം മെയിൻ ഫംഗ്ഷൻ കിടക്കുന്ന റൂട്ടാണ്. റൂട്ടിന്റെ ഡെറിവേറ്റീവ് എഴുതണം. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ റൂട്ടിന്റെ ഡെറിവേറ്റീവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? 1/2 റൂട്ട് എക്സ് ഇൻറ്റു, ശരിക്കും എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 എന്നൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. റൂട്ടിന്റെ ഇവിടെ എക്സ് ആണെങ്കിൽ ആ ഇവിടെയുള്ള ആരാണോ അത് ഇങ്ങോട്ട് വരും. അപ്പോൾ എങ്ങനെ വരും? 1/2 റൂട്ട് ഓഫ്, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇത് മൊത്തമില്ലേ? 1/2 റൂട്ട് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് അതേപടി വരും. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇത് മൊത്തം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം വരണ്ടേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡോ. അടുത്ത എന്ത് വേണം? റൂട്ടിന്റെ ഡെറിവേറ്റീവ് ആയുള്ളൂ. ഇനി ഇൻറ്റു 1 എന്ന് ഞാൻ കണ്ടോ? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1. അതേപോലെ തന്നെ ഇനി അടുത്ത എന്ത് സ്റ്റെപ്പ് ഉണ്ട്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഏത്? റൂട്ടിന്റെ അകത്ത് കിടക്കുന്ന ഏതാണോ അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെയാണ് നമ്മൾ വേരിയബിളിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ റിമൈനിങ് വേരിയബിൾസ് വൈ ആൻഡ് ഇസഡ് ആർ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് വൈയും ഇസഡും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് 2 into x. x square derivative with respect to x is 2x. While differentiating with respect to x, y alone, y തന്നെ നിൽക്കുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ ഇവിടെ z അതും with respect to x ആകുമ്പോൾ y z ഉം കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 0. That is 2x divided by 2 into root of x square plus y square plus z square. 2 cancel ആയാൽ which is equal to x by root of x square plus y square plus z square. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് നല്ലതാണ്. ഫൈനൽ ആൻസർ w വിത്ത് റെസ്പെക്ട് ടു തീറ്റയാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ തീറ്റയിൽ വേണം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തങ്ങ് സിംപ്ലിഫൈ ചെയ്തിട്ട് എളുപ്പമുണ്ട്. അപ്പൊ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ആരാണ്? ഇൻ ദ ടൈംസ് ഓഫ് തീറ്റ, ദാറ്റ് ഈസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് കോസ് തീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ് വൈ. വൈന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇസഡ് എന്ന് പറയുന്ന ആളാരാ? ടാൻ തീറ്റ. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആരാ? അത് 1 അല്ലേ? That is 1 plus tan square theta. 1 plus tan square theta നിങ്ങൾക്കറിയാം. 1 plus tan square theta എന്ന് പറഞ്ഞാൽ ആരാണ്? That is c square theta. അപ്പോൾ അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് c square theta which is equal to sec theta. അപ്പൊ റൂട്ട് ഓഫ് 1 plus tan square theta ക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? cos theta by sec theta. ഈ sec theta എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആളാരാ? sec theta is 1 by cos theta. അപ്പോൾ നമുക്കിത് cos theta ഇത് ഡിനോമിനേറ്ററിൽ കിടന്നാൽ അത് sec theta ആണ്. ഡിനോമിനേറ്ററിൽ കിടന്നാൽ അത് sec theta ആണ്. അപ്പോൾ അതിനെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് ഇട്ടാൽ cos theta by 1 by cos theta നിങ്ങൾ ഓർത്താലും മതി. അപ്പോൾ ആൻസർ ഈസ് cos theta into 1 by cos theta മോഡിലേക്ക് വരുമ്പോൾ cos theta മോഡിലേക്ക് വരുന്നു. cos theta into cos theta, that is cos square theta. അപ്പോൾ നമുക്ക് ഏതിന്റെ ഡെറിവേറ്റീവ് കിട്ടി? ഡോ w ബൈ ഡോ എക്സ് ആയിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ ഡോ w ബൈ ഡോ വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നൗ ഡോ w ബൈ ഡോ വൈ ഇത്ര ഞാൻ എഴുതുന്നു. നമുക്ക് ഡോ w ബൈ ഡോ വൈ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നൗ ഡോ w ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോഴും ഇതേ തിയറി തന്നെ. റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1 by 2 റൂട്ട് ഓഫ് x square plus y square plus z square into റൂട്ടിന്റെ ഡെറിവേറ്റീവ് കിട്ടി. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, that is ഡോ ബൈ ഡോ y of x square plus y square plus z square with respect to x, with respect to y, x square plus y square plus z square ഡെറിവേറ്റീവ്, that is 1 by 2 into root of x square plus y square plus z square into with respect to y ആകുന്ന സമയത്ത് റിമൈനിങ് വേരിയബിൾ x and z are constants. അപ്പോൾ x ന്റെയും z ന്റെയും ഡെറിവേറ്റീവ് 0 അല്ലേ? 0 plus y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ്. ദാറ്റ് ഈസ് 2y plus z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഈ 2 ഉം 2 കൂടെ ക്യാൻസൽ ആവില്ലേ? അപ്പൊ നമുക്ക് ആൻസർ എത്ര വരും? y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x square plus y square plus z square which is equal to. അപ്പോൾ y എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ? സൈൻ തീറ്റ. തീറ്റയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് ആൻസർ കിട്ടണം കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് dw by d തീറ്റ. അപ്പൊ ആൻസർ തീറ്റയിലായിരിക്കും. dy by dx കാണുമ്പോൾ ആൻസറുകൾ എക്സിലല്ലേ? അപ്പൊ നമുക്ക് dy by d തീറ്റ കാണുമ്പോൾ എന്ത് കിട്ടണം? ആൻസർ തീറ്റയായി കിട്ടണം. അതുകൊണ്ട് എല്ലാം തിരിച്ച് എക്സും വൈന്ന് കൺവേർട്ട് ചെയ്ത് തീറ്റയിലേക്ക് ആക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്തായിരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ നമ്മൾ മുമ്പേ ചെയ്താണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആൻസർ റൂട്ട് ഓഫ് സീക് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് സി സ്ക്വയർ തീറ്റയുടെ റൂട്ട് സീക് തീറ്റ എന്ന് വരും. അപ്പൊ അത് നമ്മളിവിടെ ഞാൻ ജസ്റ്റ് എഴുതുന്നു. നേരത്തെ ഒന്നുകൂടെ നോക്കണം. ദാറ്റ് ഈസ് സീക് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു സിക് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ?
sin theta divided by sec theta is 1 by cos theta. That is sin theta into 1 by cos theta. ന്യൂമറേറ്ററിലേക്ക് എഴുതിയ ആരാണ്? into cos theta. That is sin theta into cos theta. അപ്പൊ നമുക്ക് ഡോ w ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഡോ w ബൈ ഡോ വൈ കിട്ടി, ഡോ w ബൈ ഡോ വൈയും കിട്ടി. ഇനി ഡോ w ബൈ ഡോ z കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. Now ഡോ w ബൈ ഡോ z is equal to ഡോ w ബൈ ഡോ theta is equal to ഡോ z is equal to with respect to z ആയാലും x ആയാലും y ആയാലും റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് x തന്നെയാണ്. 1/2 റൂട്ട് x into ഡോ ബൈ ഡോ z ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു z ഇതിന്റെ ഡെറിവേറ്റീവ്. That is 1/2 root of x square plus y square plus z square into with respect to z ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ? അപ്പോൾ എങ്ങനെ വരും? 0 പ്ലസ് വിത്ത് റെസ്പെക്ട് ടു z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആരാ? 2z. So this 2 get cancelled. Answer is z by root of x square plus y square plus z square. z എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, which is equal to tan theta. Tan theta divided by ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ വാല്യൂ സീക് തീറ്റ ആണ്. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മൾ മുമ്പ് ചെയ്യുന്നതാണ്. സീക് തീറ്റ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതൊന്ന് ചെയ്തു വെച്ചാൽ പിന്നെ ചെയ്യേണ്ട സീക് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതൊന്ന് എഴുതിയിട്ടാൽ മതി അവിടെ എഴുതുമ്പോ കേട്ടോ, സീൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരാ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ തന്നെ സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റയാണ്. അതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് ഇട്ടാൽ 1 ബൈ കോസ് തീറ്റ, ഡിനോമിനേറ്ററിൽ 1 ബൈ, ഇതിനെ നമ്മൾ ടാൻ തീറ്റ ബൈ സീക് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 ബൈ കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റ. അപ്പോൾ ദാറ്റ് ഈസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1 ബൈ കോസ് തീറ്റ. ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോസ് തീറ്റയും ക്യാൻസൽ ആയി. അപ്പോൾ ഇങ്ങനെ വന്നു, കോസ് തീറ്റയും ക്യാൻസൽ ആയി. ആൻസർ ഈ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ ഇതിന്റെ വാല്യൂ കോസ് തീറ്റ സൈൻ തീറ്റ കിട്ടി. നേരത്തെ നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ കിട്ടി. ഇനി നമുക്ക് കാണാനുള്ള ആൾക്കാരുണ്ട് ഡി എക്സ് ബൈ ഡി തീറ്റ. അപ്പൊ ഇക്വേഷനിൽ ആരൊക്കെ കണ്ടു? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കിട്ടി, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ കിട്ടി, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഇത്രേ ആയിട്ടുള്ളൂ. ഈ പ്രോബ്ലം ഇച്ചിരി ലെങ്തിയാണ്, സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല കൺസെപ്റ്റ് മനസ്സിലായാൽ. ഇനി ഈ ഇക്വേഷൻ എഴുതുന്നതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. ഡി എക്സ് ബൈ ഡി തീറ്റ അതിനാരാ? എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. സോ ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ തീറ്റ. ഇനി y is equal to sin theta. y sin theta ആണെങ്കിൽ dy by d theta is equal to, ഇനി dx by d theta dy by d theta അല്ലേ വേണ്ടത്? dy by d theta equal to sin theta ഡെറിവേറ്റീവ് cos theta. Now z is equal to tan theta. നമുക്ക് dz by dx വേണം, d theta വേണം. dz by d theta എന്ന് പറഞ്ഞാൽ tan theta യുടെ ഡെറിവേറ്റീവ് ആരാ? sec square theta. അപ്പോൾ നമുക്ക് വേണ്ട ആൾക്കാരെയൊക്കെ കിട്ടിയില്ലേ? വേണ്ട ആൾക്കാരൊക്കെ ആയി. നമുക്ക് dx ബൈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഓരോ ആൾക്കാരുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി അതിന്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അതിനകത്തേക്ക് ജസ്റ്റ് നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വാല്യൂസ് ബാക്കി കൂടെ ഒന്ന് എഴുതുന്നേ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ അല്ലായിരുന്നോ? ഡോ കോസ് സ്ക്വയർ തീറ്റ ആയിരുന്നു. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പൊ ഇത്രയാണ് വാല്യൂസ്. നമുക്ക് വേണ്ട 6 പേരെ കിട്ടിയിട്ടുണ്ട്. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ നമ്പർ 1. In equation number 1 substitute ചെയ്തേ. That is dw by d theta is equal to dou w by dou x, that is cos square theta, into dx by d theta, that is minus sin theta, plus
dy by dou w by dou y അതിന്റെ വാല്യൂ sin theta cos theta into dy by d theta നമുക്ക് cos theta ആണ് പ്ലസ് അടുത്തത് dou w by dou z is sin theta, that is sin theta into dz by d theta is sec square theta. അപ്പൊ ഓരോന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഇൻറ്റു ഇത്, അടുത്ത ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത്. ഇതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇതാരും വരും മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ പ്ലസ് ഇത് ഇവിടെ കണ്ട രണ്ട് കോസ് തീറ്റ ഇല്ലേ, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആരാ, കോസ് സ്ക്വയർ തീറ്റ അല്ലേ, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഇവിടെ ആരാ സൈൻ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ. ഇവിടെ നോക്കിക്കേ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയും പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയും ക്യാൻസൽ ആയി. സോ ആൻസർ ഈസ് സൈൻ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ. ഇത്രയേ ഉള്ളൂ ആൻസർ. അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ എക്സിലോ വൈലോ ആയിരിക്കരുത്. കാരണം ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ്, നമ്മുടെ കൺക്ലൂഷൻ ഏതാ, ഡബ്ല്യു ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അപ്പോൾ ആൻസർ തീറ്റയിൽ വേണം, അത് ശ്രദ്ധിക്കണം. ഫൈനൽ ആൻസർ നമ്മൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ അത് തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്ത് ശീലിക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ ചെയ്യണം എന്നുള്ള റൂളൊന്നുമില്ല, പക്ഷെ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എഴുതി പഠിക്കണം. 2-3 തവണയെങ്കിലും എഴുതി പഠിച്ചാലേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എഴുതി പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായി എഴുതി പഠിക്കുക. അപ്പൊ ഈ പ്രോബ്ലം മുതൽ നന്നായി എഴുതി പഠിക്കണം. ആദ്യം ഇക്വേഷൻ ഒരിക്കലും കാണാൻ പഠിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലായി ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പഠിക്കേണ്ട. ഈ ട്രീ ഒക്കെ അത് വരച്ചു നോക്കി എളുപ്പമാണ്. അപ്പോൾ ഇനി പ്രോബ്ലംസ് വരുന്നുണ്ട്. പ്രോബ്ലംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.